Welcome to BigFo Solution. Through this video, learn more about the CurtainMate app. നിങ്ങൾ പ്ലേ സ്റ്റോറിന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് കിട്ടുക. അതിൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഡിസ്പ്ലേ നെയിം അത് ഓപ്ഷനിലാണ്, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കുക, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. അതിന്റെ തൊട്ടടിയിൽ വരുന്നത് ഇമെയിൽ. ഇതിപ്പോൾ നിലവിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന്റെ അടിയിലായിട്ട് പാസ്വേഡ് ഇപ്പോൾ അതിന്റെ തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് ഇതിനായിട്ട് പുതിയൊരു പാസ്വേഡ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മെയിൻ പേജിലേക്ക് ലോഗിൻ ആവും. മെയിൻ പേജിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങളെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID, യൂസർ ID, ഡിവൈസ് ID, അതിന്റെ തൊട്ടടിയിലായിട്ട് ചേഞ്ച് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ തൊട്ടടിയിൽ ലോഗ് ഔട്ട്, ഇതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. പിന്നെ വരുന്നത് മെയിൻ പേജിലേക്ക് നമ്മൾ ബാക്ക് വന്നു. ഇതിൽ പ്രധാനപ്പെട്ട 4 ഓപ്ഷൻസ് ആണ് കാണുന്നത്. ഒന്ന് ക്വിക്ക് മെഷർമെന്റ്, രണ്ടാമത്തത് ജനറേറ്റ് കോഡ്, അത് കൊട്ടേഷൻസ് ഉണ്ടാകാനുള്ളതാണ്. മൂന്നാമത്തത് കസ്റ്റമർ ലിസ്റ്റ്, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച കസ്റ്റമർ ലിസ്റ്റ് അതിൽ അവൈലബിൾ ആവും. പിന്നെ കോട്ട് ഹിസ്റ്ററി, അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച കൊട്ടേഷന്റെ ഹിസ്റ്ററികൾ ഇതിലുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ തുടങ്ങാം. അതായത് ക്വിക്ക് മെഷർമെന്റ് ബട്ടൺ എന്ന് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരിക. ഫസ്റ്റ് കസ്റ്റമർ ഇൻഫോർമേഷൻ, അതായത് നമ്മളെ ഉള്ള കസ്റ്റമറെ പേര്, ഉദാഹരണമായിട്ട് ജോൺ എന്നുള്ള പേര് കൊടുത്തു. കസ്റ്റമറെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇത് രണ്ടും മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യണം. അഡ്രസ് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. പിന്നെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വരുന്നത്. ഇതിൽ മെഷർമെന്റ് എൻട്രീസ്. ഇവിടെയാണ് നമ്മുടെ മെഷർമെന്റ് കൊടുക്കേണ്ടത്. മെഷർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്ലേസ് ചെയ്തിട്ടുള്ള എത്ര ക്ലോത്ത് വേണം, അതുപോലെ തന്നെ എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അതായത് ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ എൻ്റർ ചെയ്തിരിക്കും. ഉദാഹരണമായിട്ട് ഒരു 150, അതുപോലെ തന്നെ ഹൈറ്റും 115 കൊടുക്കാം. ഇതിൽ പിന്നെ തൊട്ടടുത്ത് വരുന്നത് കർട്ടൻ എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. കർട്ടൻ ആണോ, സീബ്ര ബ്ലൈൻസ്, PVC ബ്ലൈൻസ്, റോമൻ ബ്ലൈൻസ്, അതർ ബ്ലൈൻസ്. അതിന്റെ ഫസ്റ്റ് റോമൻ സെലക്ട് ചെയ്തു. അതിന്റെ തൊട്ടടിയിൽ വരുന്നത് യൂണിറ്റ് ആണ്. അതായത് നമ്മൾ സെന്റിമീറ്ററിലാണോ അതല്ലെങ്കിൽ ഇഞ്ചിലാണോ മെഷർമെന്റ് എടുക്കുന്നത്. കാരണം സെന്റിമീറ്ററിൽ തന്നെ കൊടുത്തു. സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ, ഇഞ്ചാണെങ്കിൽ ഇഞ്ചിൽ കൊടുക്കാം. നെക്സ്റ്റ് ഹൗസ് ഹോൾഡ് സ്പേസ്, അതായത് നിങ്ങളിപ്പോൾ ഏത് ഏരിയത്തെ മെഷർമെന്റ് ആണോ എടുത്തത് അത് നോട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് ഉദാഹരണത്തിന് കൊടുക്കാം ബെഡ്റൂം 1. പിന്നെ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കി വിടാം. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. 24.3. അതിന് എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു എൻട്രിയും കൂടെ നമുക്ക് ഉണ്ട്. അപ്പോൾ ഒന്നായിരിക്കുമല്ലോ ഉണ്ടാവും, ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഒരു ആഡ് എൻട്രി ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വന്നു. അതായത് നമുക്ക് നീക്കി കഴിഞ്ഞാൽ, സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ ഇത് അതുപോലെ തന്നെ നമുക്ക് 300, ഹൈറ്റ് 300 കൊടുത്തു. റോമൻ ബ്ലൈൻസ് മാറ്റിയിട്ട് ഫസ്റ്റ് നമ്മൾ റോമൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായി റോമൻ തന്നെ വന്നത്. നമുക്ക് ഓപ്ഷനിലായിട്ട് മാറ്റാം. ഒരു നമ്മുടെ കർട്ടൻ സെലക്ട് ചെയ്യും. കർട്ടനിൽ 3 സബ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് റിപ്പിൾ കർട്ടന്, രണ്ടാമത്തത് പ്ലേറ്റഡ് കർട്ടന്, മൂന്നാമത്തത് ഹൈലൈറ്റ് കർട്ടന്. ഇതിൽ ഏതാണോ വേണ്ടത് എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത്, അതായത് റിപ്പിൾ കർട്ടൻ തന്നെ സെലക്ട് ചെയ്തു. അതുപോലെ നെക്സ്റ്റ് വരുന്നത് സെന്റിമീറ്റർ. നല്ല മെഷർമെന്റ് സെന്റിമീറ്ററിലാണോ ഇഞ്ചിലാണോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫോൾട്ട് സെന്റിമീറ്റർ ആണ് വരിക. നിങ്ങൾ പ്രീവിയസിൽ ഇഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇഞ്ചിലേക്ക് വരും. അത് നെക്സ്റ്റ് വരുന്ന ഹൗസ് ഹോൾഡ് സ്പേസ്. ഇപ്പോൾ ലിവിംഗ് ഏരിയത്തെ മെഷർമെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ലിവിംഗ് റൂം എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റമർ അത് ഡബിൾ ആക്കണം. അപ്പോൾ അവിടെ റിമാർക്സ് നമുക്ക് കൊടുക്കുക ഡബിള് വിത്ത് ഷീർ, അല്ലെങ്കിൽ എന്താണോ റിമാർക്സ് നിർബന്ധമില്ല, വേണ്ടത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് എത്ര ഏരിയ എന്നുള്ളത് 9.9 എന്നുള്ളത് ഓട്ടോമാറ്റിക് അവിടെ വന്നു. അതിന് എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്നുള്ളത് ഇതിന്റെ റെക്കോർഡ് ക്ലോത്തിൽ വന്നു. നമുക്ക് ഒന്നും കൂടെ നെക്സ്റ്റ് വരുന്നത് 3 of 3. നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഒന്ന് റോമൻ ബ്ലൈൻസ്, രണ്ടാമത്തത് റിപ്പിൾ കർട്ടൻ, മൂന്നാമത്തത് റിപ്പിൾ കർട്ടൻ തന്നെയാണ് ഇവിടെ വരാം. ഇത് നമുക്ക് മാറ്റിയിട്ട് സീബ്ര ബ്ലൈൻസ് സെലക്ട് ചെയ്യും. അതുപോലെ അതിന്റെ വിഡ്ത്ത് 100, ഹൈറ്റ് വരുന്നൊരു 200. പ്രൊസീജിയർ കൊടുത്തതാണ്. ഹൗസ് ഹോൾഡ് സ്പേസ് ഒരു ഗസ്റ്റ് റൂം ആക്കണം. ഗസ്റ്റ് റൂം ചിലപ്പോൾ റിമാർക്സിന്റെ ബ്ലാക്ക് ഔട്ട് ആണ് കസ്റ്റമർ ഓപ്ഷൻ, ബ്ലാക്ക് ഔട്ട്. അത് നിർബന്ധമല്ല, ജസ്റ്റ് ഒരു ഓപ്ഷനിലായിട്ട് ഞാൻ എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇത് വിടുത്തും ഹൈറ്റും കൊടുത്തപ്പോൾ ഇതിന്റെ
ഏരിയ സ്ക്വയർ ഫീറ്റ് വന്നു. ഇതിന് ക്ലോത്ത് ആവശ്യമില്ലാത്തതുകൊണ്ട് റൈറ്റ് സൈഡിൽ ക്ലോത്തിന്റെ മെഷർമെന്റ് വന്നിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അടുത്തത് ഉദാഹരണം 200 തന്നെ ഉള്ളു. നമുക്ക് PVC നോക്കാം. അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മൾ കത്തം ചെയ്തു, ജീവൻ ചെയ്തു, റോമൻ ചെയ്തു. അടുത്തത് PVC ഞാൻ സെന്റിമീറ്ററിൽ തന്നെ നോക്കും. ഫേസ് ബാൽക്കണി നല്ല സെലക്ട് ചെയ്തു. ക്ലൈമാക്സ് ഒന്നുമില്ല, ഒന്നും കൊടുക്കണ്ട. അപ്പൊ അതിൻ്റെതും അതുപോലെ തന്നെ HOD ഏരിയ വന്നു 46.3. ഇവിടെ ക്ലോത്ത് റിക്വയർഡ് അല്ലാത്തതുകൊണ്ട് ക്ലോത്ത് വന്നില്ല. നെക്സ്റ്റ് ഒന്നോട് ആഡ് ചെയ്തു. അതിൻ്റെ നമ്പർ 100 നമ്മൾ സെലക്ട് ചെയ്യാത്ത ഓപ്ഷൻ അതെ. അതിൽ 2 ഓപ്ഷൻ വരുന്നത് വെനീഷ്യൻ ബ്ലൈൻസ്, റോയൽ ബ്ലൈൻസ്. നമ്മൾ വെനീഷ്യൻ സെലക്ട് ചെയ്തു. സെന്റിമീറ്റർ തന്നെ നമുക്ക് കിച്ചണിലേക്ക് കിട്ടും. കിച്ചൺ റിമാർക്സ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 5 എൻട്രി കിട്ടും. 1, 2, 3, 4, 5 എൻട്രി ലെഫ്റ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിൽ നീ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടും. ഇതിനി ഒരെണ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ റെഡ് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഇനി നമുക്ക് നോക്കാം. ടോട്ടൽ ഏരിയ സമ്മറി എന്നൊരു ബട്ടൺ ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ ഉണ്ടാവുക. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോളിൽ കസ്റ്റമർ ഡീറ്റെയിൽ വന്നു. നമ്മൾ ടോട്ടൽ സമ്മറി വന്നു. ബൈ കർട്ടൻ ടൈപ്പ്, അതായത് റോങ് ബ്ലൈൻസ് 24 സ്ക്വയർ ഫീറ്റ്, കർട്ടന് 9.90 റണ്ണിങ് ഫീറ്റ്, സീബ്ര ബ്ലൈൻസ്, അതുപോലെ തന്നെ PVC ബ്ലൈൻസ്, അതൊരു ഓവറോൾ ടോട്ടൽ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ വന്നു. പിന്നെ അതിന്റെ ഓൾ ഡീറ്റെയിൽസ്, മെഷർമെന്റ് അടക്കമുള്ള ഡീറ്റെയിൽസ്, അതായത് സീരിയൽ നമ്പർ, വിഡ്ത്ത്, ഹൈറ്റ്, ഹൗസ് ഹോൾഡ് സ്പേസ് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തത്, ഓരോന്നും എത്ര ഏരിയ ഉണ്ട്, അതിന്റെ യൂണിറ്റ്, റിമാർക്സ്, ഇത്രയും ഡീറ്റെയിൽസ് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എന്തായി സമ്മറൈസ് ചെയ്ത് കിട്ടും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് പ്രിന്റ് എടുക്കാം. നമ്മൾ ഡയറക്റ്റ് പ്രിന്റ് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ PDF ആക്കിയിട്ട് പ്രിന്റ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനോ കസ്റ്റമർക്കോ ആർക്കാണോ വേണ്ടത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാട്സാപ്പിലോ ഇമെയിലോ ഷെയർ ചെയ്യാൻ പറ്റും. വീണ്ടും അത് ബാക്കോട് ഒന്നുകിൽ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാം. ബാക്കിലെ മെനുവിലേക്ക് തന്നെ പോകും. നമ്മൾ പഴയ എൻട്രി ചെയ്ത് അതേ മെനുവിലേക്ക് തന്നെ. അതിന്റെ തൊട്ടടിയിൽ വരുന്നത് കാൽക്കുലേറ്റ് ക്ലോത്ത് സമ്മറി. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മെഷർമെന്റ് ചെയ്ത് കഴിഞ്ഞ്, പക്ഷെ 2 എണ്ണത്തിന്റെ ക്ലോത്ത് വേണ്ടുള്ളൂ. അതായത് ഒന്ന് റോമൻ ബ്ലൈൻസിനും കേട്ടനാണ് ക്ലോത്ത് വേണ്ടത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഇവിടെ ബെഡ്റൂം 1 3.6 മീറ്റർ ക്ലോത്ത് വേണം. നെക്സ്റ്റ് ലിവിംഗ് റൂമിലേക്ക് 19.8 മീറ്റർ ക്ലോത്ത് വേണം. ഓവറോൾ ടോട്ടൽ അടിയിൽ വേണം. ഇതും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ, പ്രിന്റ് ചെയ്യാൻ, അതെല്ലാം ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാൻ, ബാക്ക് അടിച്ചിട്ട് അടിച്ചെന്ന് ബാക്ക് കൊടുക്കാം. ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ കസ്റ്റമർ ലിസ്റ്റിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് സേവ് ചെയ്യും. സേവ് ചെയ്യുന്നതിൽ സേവ് കസ്റ്റമർ ബട്ടൺ എന്നുള്ള ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കോർണറിൽ ഈ ഒരു ബട്ടൺ